ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ചികിത്സയ്ക്കിടെ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ വിഷമിച്ച വീട്ടുകാർക്ക് പണയം വെക്കാൻ സ്വന്തം വളയൂരി നൽകിയ പോലീസുകാരി. മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കി നൽകുന്നതിനായി തൻ്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയ ഉദ്യോഗസ്ഥ. അതെ, അപർണ ലവകുമാറിനെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI ആണ് ഇന്നവർ. ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അപർണ. രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെ അത്യാസന്ന നിലയിൽ രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിലൂടെ വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. തൃശൂർ കോലോത്തുംപാടത്ത് അശ്വിനി ജംഗ്ഷനിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആംബുലൻസിന് പിന്നിൽ നിന്ന് ഓടി വന്ന് മുന്നിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരോട് വാഹനമൊതുക്കാൻ അപർണ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഏറെ ദൂരം ഓടി മറ്റു വാഹനങ്ങളെ റോഡിനെ വശങ്ങളിലേക്ക് ഒതുക്കുകയും ആംബുലൻസിന് സുഗമമായി പോകാൻ വഴിയൊരുക്കുകയും ചെയ്ത ശേഷമാണ് അവർ പിന്മാറിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലായിരുന്നു ആംബുലൻസ്. താൻ ചെയ്തത് പോലീസ് സേനയിലെ ഏതൊരു അംഗവും ചെയ്യുന്ന കാര്യമാണെന്നും അങ്ങനെയേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂവെന്നുമാണ് അവർ പറഞ്ഞത്. ആംബുലൻസ് ഞങ്ങൾ സഞ്ചരിച്ച പിങ്ക് പോലീസ് വാഹനത്തെ ആദ്യം മറികടന്നു പോയിരുന്നു. എന്നാൽ പിന്നീട് വാഹനം ഗതാഗത കുരുക്കിലകപ്പെട്ടു. ഇത് തിരിച്ചറിഞ്ഞതോടെയാണ് ഞാൻ പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ആംബുലൻസിന് വഴിയൊരുക്കിയത്, അവർ പറഞ്ഞു. 2002 അപർണ കേരള പോലീസിന്റെ ഭാഗമായത്. 2009 ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോഴാണ് അവർ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടു നൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് അന്ന് അപർണ തൻ്റെ 3 സ്വർണ്ണവളകൾ ഊരിക്കൊടുത്തത്. ഒരാളുടെ ക്രൂരമായ ആക്രമണത്തിനു വിധേയയായി കൊല്ലപ്പെട്ട നിരാലംബയായ സ്ത്രീയുടെ മൃതദേഹം മണിക്കൂറുകളോളം അനാഥമായി കിടക്കേണ്ടി വന്നത് ഒരു സ്ത്രീയായ തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് അത്തരമൊരവസ്ഥയിൽ അങ്ങനെ ചെയ്തതെന്നുമായിരുന്നു അന്ന് അപർണ പറഞ്ഞിരുന്നത്. ഈ സംഭവം ആ കാലത്ത് ഏറെ ചർച്ചയായിരുന്നു. പിന്നീട് 2019 മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കി നൽകുന്നതിനായി തൻ്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയതോടെ അപർണ വീണ്ടും വാർത്തയിലെ താരമായി. ഇരിങ്ങാലക്കുടയിലെ തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു അന്ന് അപർണ. എന്തായാലും ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് അപർണ.